നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ ഏറ്റവും പുതിയ യുദ്ധതന്ത്രങ്ങൾ പുറത്തു വരികയാണ്. ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ അന്ത്യമടുത്ത ഹമാസിൻ്റെ ഭീകരവാദികൾ എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിലാണ്. അതിനുവേണ്ടി യഹിയ സിൻവാറിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നു. ഗാസയിൽ നിന്ന് തങ്ങളുടെ പക്കലുള്ള ബന്ദികളെയും കൊണ്ട് ഇറാനിലേക്ക് രക്ഷപ്പെടാനുള്ള വമ്പൻ തന്ത്രങ്ങൾ മെനയുകയാണ് ഹമാസ് എന്ന വിവരമാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇത് സംബന്ധിച്ച നിർണായക രേഖകൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന പിടികൂടിയ ഒരു മുതിർന്ന ഹമാസ് കമാൻഡറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിർണായക വിവരങ്ങൾ IDF പുറത്തുവിടുന്നത്. അതുപോലെ തന്നെ ബങ്കറുകളിൽ നിന്ന് നിരവധി രേഖകൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കണ്ടെടുത്തിട്ടുണ്ട്. ആ രേഖകൾ പ്രകാരവും കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും കൊണ്ട് ഇറാനിലേക്ക് കടക്കാനാണ് യഹിയ സിൻവാറും സംഘവും ശ്രമിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിന് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫിലാഡൽഫി ഇടനാഴിയാണ്. ഫിലാഡൽഫി ഇടനാഴിയിലൂടെ ഈജിപ്തിലെ സിനായിലേക്കും സിനായിൽ നിന്ന് ഇറാനിലേക്കും കടക്കാമെന്നാണ് യഹിയ സിൻവാറിൻ്റെയും കൂട്ടാളികളുടെയും കണക്കുകൂട്ടൽ. ഇനി അധികകാലം ഗാസയിൽ ഇസ്രായേലി സേനയ്ക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഹമാസിന്റെ ആയുധ ശേഖരങ്ങളെല്ലാം ഇസ്രായേലി സേന തകർത്തു കഴിഞ്ഞിരിക്കുന്നു. ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേലി സേന പിടിച്ചടക്കിയതോടുകൂടി ഇറാനിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ആയുധങ്ങൾ ഹമാസിന്റെ പക്കലേക്ക് എത്തുന്നില്ല. അതുപോലെ മയക്കുമരുന്ന് അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ള മറ്റ് അവശ്യ വസ്തുക്കളൊന്നും തന്നെ മറ്റ് വസ്തുക്കളൊന്നും തന്നെ ഹമാസിന്റെ പക്കലേക്ക് എത്തുന്നില്ല. ഇത് ഹമാസിന്റെ നടുവൊടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലി സേനയോട് പൊരുതി നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ യഹിയ സിൻവാർ അടക്കം അവശേഷിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്ന് പുറത്തെത്തിക്കണം. ഗാസയിൽ നിന്ന് പുറത്തെത്തിക്കാൻ മറ്റൊരു മാർഗവുമില്ല. മറ്റെല്ലാ വഴികളും ഇസ്രായേലി സേന അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏക വഴി എന്നുള്ളത് ഫിലാഡൽഫി ഇടനാഴി തന്നെയാണ്. ആ ഫിലാഡൽഫി ഇടനാഴിയാകട്ടെ ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന്റെ അധീനതയിലുമാണ്. അതുകൊണ്ടാണ് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങണമെന്ന നിബന്ധന വെടിനിർത്തൽ ചർച്ചയിൽ ആദ്യം ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റെല്ലാ നിബന്ധനകളും രണ്ടാമത്. ആദ്യം ഇസ്രായേലി സേന ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും മാറണം. അവിടുത്തെ നിയന്ത്രണം ഇസ്രായേലി സേന വിട്ടു നൽകണം. അങ്ങനെയെങ്കിൽ മാത്രം വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് പോകാം. അപ്പോഴാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തൊട്ടടുത്ത ദിവസം 6 ബന്ദികളെ ഹമാസ് ഭീകരവാദികൾ ഗാസയിൽ കൊലപ്പെടുത്തി. അതിനുശേഷവും സമ്മർദ്ദതന്ത്രം തുടരുകയാണ് ഹമാസ്. ഹമാസിന് പിന്തുണയുമായി ഖത്തറും ഈജിപ്തും രംഗത്തുണ്ട്. ഖത്തറിലെ ദോഹയിലാണ് ഹമാസിന്റെ അവശേഷിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ നിരവധി പേർ ഇപ്പോഴുമുള്ളത്. അതുകൊണ്ട് തന്നെ ഖത്തറിൽ സമ്മർദ്ദം ചെലുത്താൻ ഹമാസിന് കഴിയും. ഖത്തറിലൂടെ ഈജിപ്തിനെയും ഇപ്പോൾ ഹമാസ് വരുതിയിലാക്കിയിരിക്കുന്നു. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അമേരിക്കയിലൂടെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ മാറ്റുന്ന തന്ത്രം വിജയിപ്പിച്ചെടുക്കാമെന്നാണ് ഹമാസിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ തന്ത്രം വിജയിക്കില്ലെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ബന്ദികളെയും കൊണ്ട് ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരവാദ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് യഹിയ സിൻവാർ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾക്ക് രക്ഷപ്പെടണം. അതിന് ഒരേ ഒരു മാർഗം ഈ ഫിലാഡൽഫി ഇടനാഴി മാത്രമേ ഉള്ളൂ. ആ ഫിലാഡൽഫി ഇടനാഴിയിലൂടെ ഈജിപ്തിലേക്ക് എത്താം, സിനായിലേക്ക് എത്താം, അവിടെ നിന്ന് ഇറാനിലേക്ക് പോകാം. ഇറാൻ പൂർണ്ണമായ അഭയം നൽകാൻ തയ്യാറാണ്. കാരണം അതായത് ഇസ്ലാമിക ഭീകരതയ്ക്ക് വെള്ളവും വളവും നൽകി വളർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുമാത്രവുമല്ല, ഹമാസുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. ഇസ്മായിൽ ഹനിയെ ആ രാജ്യത്തിലെ ടെഹ്റാനിൽ വെച്ചാണ് മൊസാദ് തീർത്തത്. അതിൻ്റെ ഒരു പക കൂടി ഇസ്രായേലിനെതിരെ ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കന്മാർക്ക് രാഷ്ട്രീയ അഭയം നൽകാൻ ഇറാൻ തയ്യാറാവുകയും ചെയ്യും. എന്നാൽ ഈ പ്ലാൻ എങ്ങനെ വിജയിപ്പിച്ചെടുക്കുമെന്ന കാര്യത്തിലാണ് ഹമാസിന് ഇപ്പോൾ ഒരു ഉറപ്പില്ലാത്തത്. ഫിലാഡൽഫി ഇടനാഴി മറികടക്കണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ബാക്കി എല്ലാ സാഹചര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ഇസ്രായേലി സൈന്യത്തെ മറികടന്ന് പോകണമെങ്കിൽ ഫിലാഡൽഫി ഇടനാഴി മറികടക്കണം. ആ ഇടനാഴിയിലൂടെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആയുധങ്ങളും മയക്കുമരുന്നുമെല്ലാം ഹമാസ് എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുൻപാണ് ആ ഇടനാഴിയുടെ നിയന്ത്രണം
ഇസ്രായേലി സേന പിടിച്ചെടുത്തത്. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് സദാ ജാഗരൂകരായി ആ പ്രദേശത്തുണ്ട്. ആ പ്രദേശത്ത് അവർ ഉള്ളിടത്തോളം കാലം ഈ ഹമാസിന്റെ ഈ പദ്ധതി വിജയിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന മാറണമെന്ന നിർണായകമായ നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നത്. കയ്യിൽ അവശേഷിക്കുന്ന ബന്ദികളിലെ ജീവൻ വെച്ചുകൊണ്ട് അവരെ മനുഷ്യ കവചങ്ങളാക്കിക്കൊണ്ട് ഈ ഒരു ആവശ്യം നേടിയെടുക്കുക എന്നതാണ് ഇപ്പോൾ ഹമാസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ആ ഒരു നേട്ടം നേടിയെടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ബന്ദികളെ കൊന്നുതള്ളുമെന്നുള്ള പ്രഖ്യാപനം പോലും നേരത്തെ ഹമാസ് നടത്തിയിരുന്നു. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ ഓരോ ദിവസവും നിരവധി ബന്ദികളെ കൊന്നു തള്ളുമെന്നായിരുന്നു അബു ഉബൈദ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഗാസയിലെ യുദ്ധതന്ത്രം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ബന്ദികളെയും കൊണ്ട് ഇറാനിലേക്ക് രക്ഷപ്പെടാനുള്ള പദ്ധതി ഹമാസ് തയ്യാറാക്കുന്നു. യഹിയ സിൻവാർ അടക്കം അവശേഷിക്കുന്ന നേതാക്കളുടെ ജീവനെങ്കിലും സംരക്ഷിക്കുക എന്ന വമ്പൻ യുദ്ധതന്ത്രമാണ് ഇപ്പോൾ ഹമാസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ബന്ദികളെ മറയാക്കി മനുഷ്യ കവചമാക്കി അതിന്റെ മറവിൽ ഇറാനിലേക്ക് ജീവനം കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഹമാസ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.